ഹായ് ഫ്രണ്ട്സ്, മൈ ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കിഡ്സ് ഫ്രോക്കിൻ്റെ ചലഞ്ച് വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ നൈറ്റി ചലഞ്ചുമായിട്ടായിരുന്നു നമ്മൾ ആദ്യം വീഡിയോ ചെയ്തത്. അപ്പം അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ, അതായത് കുട്ടികളുടെ ഫ്രോക്കിൻ്റെ 10 മോഡൽ ഞാനിതിൽ ചെയ്ത് കാണിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ചെയ്ത് വീട്ടിലിരുന്ന് എല്ലാവർക്കും വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്കും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലോ വേസ്റ്റ് ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റ്സ് എല്ലാം ചെസ്റ്റ് അളവ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ബോഡിയിൽ നിന്നും ചെസ്റ്റിൻ്റെ അളവ് എടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും ഇതുപോലുള്ള ഫ്രോക്കുകൾ ഏത് അളവിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനാണ് പറയുന്നത്. അപ്പോൾ 2 വയസ്സുള്ള കുട്ടി, 1 വയസ്സുള്ള കുട്ടി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഏത് കുട്ടി, ഇപ്പോൾ 3 വയസ്സുള്ള കുട്ടിയുടെ ചെസ്റ്റ് അളവ് എത്രയാണോ ആ അളവ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കുക. പിന്നെ സീം അലവൻസ് ആഡ് ചെയ്യുക. ആ ഒരു മെത്തേഡിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തുണി ഇതുപോലെ തേരുവശം 4 മടക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ ഞാനൊരു 1/2 ഇഞ്ച് നിങ്ങൾ വിട്ടാൽ മതി. ഞാനിവിടെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കണമുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടൊരു ബോർഡർ ലൈൻ വരച്ചു കൊടുത്തു. ഇതിന് താഴേക്കാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്നത്. ലോ വേസ്റ്റ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബോഡിയിൽ നിന്നും എടുത്ത മെഷർമെൻറ്റ്സ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ ആ കറക്റ്റ് ചെസ്റ്റ് വെച്ചിട്ട് ഈ കാൽക്കുലേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഏതളവിലുള്ള ലോ വേസ്റ്റ് ഫ്രോക്ക് വേണമെങ്കിലും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ സാധാരണ നിങ്ങൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാം 5 വയസ്സുള്ള കുട്ടിക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മെഷർമെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആരുടെ ആണെങ്കിലും ആ ഒരു ചെസ്റ്റ് അളവ്, അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ട്, വേസ്റ്റ് ലെങ്ത്ത്, സ്ലീവ് റൗണ്ട്, ഫുൾ ലെങ്ത്ത്, ഇത്രയും മെഷർമെൻറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ആൾക്ക് വേണമെങ്കിലും ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഞാനിവിടെ ടോപ്പിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒരു ബോർഡർ ലൈൻ വരച്ചു. അപ്പോൾ ഇതിന് താഴേക്കാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് വിട്ടാൽ മതി. ഞാൻ കുറച്ച് കൂടുതൽ വിട്ടത് ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കണോണ്ടാണ്. അതിനുശേഷം ഇതിൻ്റെ താഴേക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. അടുത്ത് നമുക്ക് ചെസ്റ്റ് ലെങ്ത്താണ് കാണേണ്ടത്. ഈ ചെസ്റ്റ് ലെങ്ത്ത് കണ്ടിട്ട് അവിടെ നിന്നും ആണ് ചെസ്റ്റ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ചെസ്റ്റ് ലെങ്ത്ത് കാണാൻ വേണ്ടി ഈ ഒരു ഫ്രോക്കിൻ്റെ കേസിൽ നമ്മൾ ഈ സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് റൗണ്ട് വരുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് വരുന്നത്. അപ്പോൾ ചെസ്റ്റ് ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് ഹാഫ് ഓഫ് സ്ലീവ് റൗണ്ട് പ്ലസ് 1 ഇഞ്ച്. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഹാഫ് ഓഫ് സ്ലീവ് റൗണ്ട് പ്ലസ് 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ സ്ലീവ് റൗണ്ട് 6 ഇഞ്ചാണ്. 6/2 3 പ്ലസ് 1 ഇഞ്ച് 4 ഇഞ്ചാണ് ചെസ്റ്റ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഫോർമുല വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതാണ് ചെസ്റ്റ് ലെങ്ത്ത്, ഹാഫ് ഓഫ് സ്ലീവ് റൗണ്ട് പ്ലസ് 1 ഇഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സ്ലീവ് റൗണ്ട് കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് 1 ഇഞ്ച് ആഡ് ചെയ്യുക. അതാണ് ചെസ്റ്റ് ലെങ്ത്ത്. ഈ 4 ഇഞ്ച് ഞാനിവിടെ ഒന്നും കൂടെ വരച്ചു കൊടുത്തിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 അതിൻ്റെ കൂടെ ഈസ് അലവൻസും ഇട്ടിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെസ്റ്റിൻ്റെ 4/1 എടുക്കണം. അപ്പോൾ ചെസ്റ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്?
23 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഈസ് അലവൻസ് കൊടുക്കണം. ഈസ് അലവൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ചെസ്റ്റിൻ്റെ അളവ് എടുത്തിരിക്കുകയാണ്. കറക്റ്റ് ചെസ്റ്റ് അളവാണ് 23 എന്ന് പറയണത്, ചെസ്റ്റ് റൗണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 4/1 പറയുമ്പോൾ ഇവിടെ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് ലൂസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുമ്പോൾ ഫ്രണ്ട് പാർട്ടിൽ 1/2 ഇഞ്ച് ലൂസ് ഇടുമ്പോൾ ബാക്ക് പാർട്ടിലും വരും. അപ്പോൾ ഈ സൈഡിൽ മാത്രം 1 ഇഞ്ച് ലൂസാകും, ഇപ്പുറത്തും അതുപോലെ തന്നെ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുമ്പോൾ 1 ഇഞ്ച് ലൂസ് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്രയാണ് ഈസ് അലവൻസ് വരുന്നത്? ടോട്ടൽ 2 ഇഞ്ച് നമുക്ക് 1/2 ഇഞ്ച് ഒരു സൈഡിൽ ഇട്ട് കൊടുത്താൽ 2 ഇഞ്ച് നമുക്ക് ലൂസ് കിട്ടും. ഇപ്പോൾ 3/4 ഇഞ്ചാണ് നമ്മൾ ഇടുന്നതെങ്കിൽ 3 ഇഞ്ച് ടോട്ടൽ ലൂസ് വരും. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് ആ കറക്റ്റ് അളവ് എടുത്തിട്ട് നമ്മൾ എത്ര ലൂസ് വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറുടെ ആ ഒരു ഇതനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഈസ് അലവൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 1 ഇഞ്ച് ഈസ് അലവൻസ് കൊടുത്താൽ ഈ ഒരു സൈഡിൽ 2 ഇഞ്ച് വരും, ഇവിടെയും 2 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 4 ഇഞ്ചാണ് ലൂസ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ ലോ വേസ്റ്റ് ഫ്രോക്ക് ചെറിയൊരു ചെസ്റ്റ് റൗണ്ടിൻ്റെ ആയതുകൊണ്ട് 1/2 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് ലൂസ് കൊടുക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. 23 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 0.5 6.25 കിട്ടും. ഈ കാൽക്കുലേറ്റർ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ്, ഞാൻ ഉപയോഗിക്കാറില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് 6.25 ഇഞ്ചാണ് കിട്ടുന്നത്. ഇവിടെ 6.25 ഇഞ്ച് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ചെസ്റ്റ് ലൈനിൽ. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുത്തിട്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഈസ് അലവൻസ് ഇട്ടു. അപ്പം നമ്മളിവിടെ 6.25 ചെസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്യണം. ഇതാ ഇവിടെയാണ് 6.25 വരിക. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് വന്നിട്ടുണ്ട് അല്ലേ? വേസ്റ്റ് റൗണ്ട് ഇതേപോലെ തന്നെ ചെയ്യണം. വേസ്റ്റ് റൗണ്ട് എത്രയാണ് വരുന്നത്? 21.5 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ 21.5യുടെ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ 21.5 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഈസ് അലവൻസ് കൂട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5.25 പ്ലസ് 1/2 ഇഞ്ച് 5.25 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് കിട്ടിയത് അതിന് ഇതേപോലെ ഈ മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 5.25 ഇഞ്ച് വേസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വേസ്റ്റ് റൗണ്ട് 5.25 മാർക്ക് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും കൂടെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫ്രോക്കിൽ ഇതിൻ്റെ സ്ലീവ് നമ്മളിതിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രയാണോ കിട്ടിയത് ആ സെയിം തന്നെയാണ് ഇവിടെയും ഷോൾഡർ വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയായിരുന്നു കിട്ടിയത്? ഇവിടെ 6.25 കിട്ടിയത്. ഈ 6.25 ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം അല്ലേ? നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്തും വേണം. നെക്ക് വിഡ്ത്ത് കാണാനായിട്ട് ചെസ്റ്റിൻ്റെ 12/1 എടുത്തിട്ട്
അര ഇഞ്ച് കൂട്ടി കൊടുക്കണം. അപ്പോൾ 23 ഡിവൈഡഡ് ബൈ 12 പ്ലസ് അര ഇഞ്ച് എന്ന് പറയുമ്പോൾ 2.5 കിട്ടുന്നത്. അപ്പോൾ ഈ 2.5 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നെക്ക് വിഡ്ത്ത്. ഇനി നെക്ക് ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ 8/1 എടുക്കേണ്ടത്. ചെസ്റ്റിൻ്റെ 8/1 എന്ന് പറയുമ്പോൾ 23 ഡിവൈഡഡ് ബൈ 8. 23 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 2.8 കിട്ടുന്നത്. അതൊന്ന് റൗണ്ട് ചെയ്ത് ഞാനിവിടെ 3 ആക്കി. അപ്പോൾ ഇത് സാധാരണ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തന്നെ ചോദിച്ചു വാങ്ങുക, എത്ര ലെങ്ത്ത് വേണം, എത്ര ഡെപ്ത്ത് വേണം എന്നൊക്കെ ചോദിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെസ്റ്റ് റൗണ്ടൊന്നും അല്ല നെക്ക് വിഡ്ത്തൊന്നും തന്നിട്ടില്ലെങ്കിൽ ഇതേപോലെ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ഫ്രണ്ട് നെക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് കാണാൻ വേണ്ടിയിട്ട് ചെസ്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ചെസ്റ്റിൻ്റെ 12/1 ബാക്ക് നെക്ക് വരിക. അപ്പോൾ 23 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 1.9 കിട്ടും. അപ്പോൾ നമ്മളത് റൗണ്ട് ചെയ്തിട്ട് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്നും കിട്ടിയില്ല, വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെസ്റ്റ് റൗണ്ട് വെച്ചിട്ട് നമുക്ക് നെക്ക് ഇറക്കവും എല്ലാം മാർക്ക് ചെയ്യാമെന്ന് ഞാൻ ഇതിൽ പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കും കിട്ടി, ഫ്രണ്ട് നെക്കും കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കണം. ഒരു 1/4 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കണം. അതായത് എല്ലാവരുടെയും ഷോൾഡറിന് അല്പം ചെരിവുണ്ടാകും. അപ്പോൾ ഈ ഷോൾഡർ ബോട്ടിനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഷോൾഡറൊക്കെ ഉള്ളെങ്കിൽ അതിന് ഷോൾഡർ സ്ലോപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഷോൾഡർ വരുന്നതിന് ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കണം. ഈ ഷോൾഡർ സ്ലോപ്പ് വരച്ചിട്ട് ഇവിടെ നിന്നും 2 ഇഞ്ച് നമ്മൾ സ്ലീവിന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്ലീവ് ലെങ്ത്തായിട്ട്, അതായത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ലീവ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് സ്ലീവ് ഒന്നും കട്ട് ചെയ്യുന്നില്ല. അടുത്തത് നമ്മൾ ഈ സ്ലീവ് ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതാ ഇതിങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് വരച്ചു കൊടുത്താലും മതി. ഇതാ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട്, ഇവിടെ ടച്ച് ചെയ്യണമെന്നില്ല, ഇതുപോലെ ആ സ്ലീവ് ഇതിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതാണ് സ്ലീവായിട്ട് വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫ്രോക്ക് വി ഷേപ്പിൽ, അതായത് ലോ വേസ്റ്റ് ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, ആ ഒരു വി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടേപ്പ് എടുത്തിട്ട് 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആ വി ഷേപ്പ് എത്ര വേണോ അതനുസരിച്ച് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. അടുത്തത് നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ ലൂസ് അലവൻസ്, അതായത് ലൂസ് ഇട്ട് കൊടുത്ത 1/2 ഇഞ്ച് അല്ലേ, വേസ്റ്റിൻ്റെ ഭാഗത്തും 1/2 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടാണ് കറക്റ്റ് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സീം അലവൻസ് ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ തയ്യൽ തുമ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ അതിൻ്റെ സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ മാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഈ ഭാഗത്തോട് സീം അലവൻസ് ഇട്ടത് ഞാൻ വേറൊരു ചോക്ക് വരച്ച്
ഇതുപോലെ വരയ്ക്കാം കേട്ടോ, വേറെ കളറിൽ. അപ്പോൾ 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇതിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഈ ഭാഗത്ത് ഫുള്ളായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെയൊക്കെ 1 ഇഞ്ചിൽ ഇതുപോലെ സീം അലവൻസ് കൊടുക്കുക. ഇനി ഇവിടെ, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് സീം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ അവിടെ 1/4 ഇഞ്ച് സീം അലവൻസ് മതി. ഇതെല്ലാം ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടു. അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് സീം കൊടുക്കുക. ഇവിടെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെയും 1/4 ഇഞ്ചിൽ സീം അലവൻസ് ഇട്ട് കൊടുക്കണം. ഈ ഭാഗമാണ്, ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ലൈൻസാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. എന്താ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ട് കിട്ടി. ഇനി ഇവിടെ ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് ഞാനൊന്ന് ഒരു നോച്ചിട്ട് കൊടുക്കുകയാണ്. അടുത്തത് ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണം അല്ലേ. അടുത്തത് നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ക്ലോത്ത് ഞാൻ വീണ്ടും 4ആയിട്ട് മടക്കി ഇതുപോലെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ നമുക്ക് ഈ വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 5.25 അതായത് ഈ ബോഡി പാർട്ടിൻ്റെ ഈ ഭാഗം ഇവിടം വരെ 5.25 കിട്ടിയത്. 1 ഇഞ്ച് നമ്മൾ സീം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5.25 ഡബിൾ കാണണം. അതായത് ഈ ബോഡി പാർട്ടിൻ്റെ ഡബിള് കണ്ടിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ സീം അലവൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇത് ഫുള്ള് വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സീം ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ 5.25 ഡബിൾ എന്ന് പറയുമ്പോൾ 5.25 അധികം 5.25 11.5 ഇഞ്ചാണ് വരുന്നത്. ഈ 11.5 ഇഞ്ച് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്ത് മൈനസ് വേസ്റ്റ് ലെങ്ത്ത്. ഫുൾ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ 20 ഇഞ്ചിൽ നിന്ന് ഈ വേസ്റ്റ് ലെങ്ത്ത് 10 ഇഞ്ച് കുറച്ച് കഴിയുമ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്.
അപ്പോൾ ആ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതാ ഇവിടെ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ 11.5 ഇഞ്ച് വരച്ചതിനും താഴേക്ക് വരയ്ക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു അല്ലേ, ഈ 2.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യണം. ഇവിടെ എത്രയാണോ എടുത്തത് അത് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2.5 ഇഞ്ച്, 2.5 2 വി അധികം വി വേണ്ടാന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ 2.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ 2.5-ൽ നിന്നും ഇവിടെ ഈ 11.5 വരച്ചതിലേക്ക് ഇതുപോലെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് സ്കേർട്ട് പാർട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1/2 ഇഞ്ച് ഇവിടെ സീം അലവൻസ് ആഡ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഏകദേശം വരയ്ക്കുന്നേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ടേപ്പ് വെച്ച് മാർക്ക് ചെയ്ത് വരയ്ക്കുക. അപ്പം ഇവിടെ 1/2 ഇഞ്ച് സീം കൊടുക്കുക, ഇവിടെ 1 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കുക. ഇവിടെ 1 ഇഞ്ച് സീം അലവൻസ് ഇടുക. ഇവിടെ അടി മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടും 1 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കട്ട് ചെയ്തിട്ട് ഇതാ ഇതിലെയാണ് കട്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് സീം ഇട്ട് കൊടുത്തത്. ഇവിടെ 1 ഇഞ്ച് സീം കൊടുത്തു, ഇവിടെയും 1 ഇഞ്ച് സീം കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ബാലൻസ് ഉള്ളത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വരികയാണ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ഫസ്റ്റ് നെക്കിൽ ഇതുപോലെ ബൈൻഡിങ് ചെയ്തെടുക്കുകയാണ്. അതായത് ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് നെക്ക് അടിച്ചെടുക്കുക നമുക്ക്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ ബൈൻഡിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ഇവിടെ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് ഇതിൻ്റെ ഒപ്പം, അതായത് ഈ ബോഡി പാർട്ടും ഈ സ്കേർട്ടിൻ്റെ ഈ ഭാഗം കൂടെ ജോയിൻ ചെയ്തെടുക്കണം. ഞാനപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു. അപ്പോൾ നമ്മളിവിടെ ആ ഒരു കറക്റ്റ് ഒന്നും കൂടെ ഒന്ന് പിടിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ആ ഒരു വി ഷേപ്പ് ഇവിടെ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൽ അത്ര ശരിയായിട്ടില്ല പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് മാറ്റി കൊടുക്കാം. പക്ഷേ ഈ മെത്തേഡ് ഇതാണ്. അപ്പോൾ ഏത് ചെസ്റ്റ് അളവിൽ വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല വശവും ഇതുപോലെ മീതെ വെച്ചിട്ട് നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മൾ ആ 1 ഇഞ്ച്, അതായത് ആം ഹോൾ വരുന്നത് ഇവിടെയാണ്. ആ ഭാഗത്ത്
ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഷോൾഡർ നമ്മൾ നെക്ക് മാത്രം അടിച്ചെടുത്തു. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് സൈഡ് അടിച്ചു കൊടുക്കണം. അതിന് ശേഷമാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതും സ്ലീവിൻ്റെ സൈഡ് ഭാഗം മടക്കി അടിച്ചു കൊടുക്കുന്നതും. അപ്പോൾ നമ്മൾ ചുരിദാറിന് സ്ലിറ്റ് ഇടുന്ന പോലെ ഇതുപോലെ ഇവിടെ ഒന്ന് ടൈ ചെയ്തിട്ട് താഴേക്ക് 1 ഇഞ്ചിൽ ഇങ്ങനെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ 1 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്ലിറ്റ് അടിക്കുന്ന പോലെ ഇവിടെ 1 ഇഞ്ചിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഇവിടെ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് എവിടെയാണോ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് താഴേക്ക് ആ 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ തന്നെ ഇങ്ങനെ അടിച്ചു വരിക. ഇനി നമുക്ക് ഷോൾഡർ ഞാനിപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ സൈഡ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഇതുപോലെ അടിച്ചിട്ട് മടക്കി കൊടുത്തിട്ട് ഇവിടെ വരുമ്പോൾ ഇത് ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും അതുപോലെ മടക്കി കൊടുക്കുക. അപ്പം നമുക്കിതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സൈഡ്. ഇവിടെ വരുമ്പോൾ നീഡിലൊന്ന് പൊക്കി കറക്റ്റ് സ്ലിറ്റ് അടിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെയും 1/2 ഇഞ്ചിൽ, അപ്പോൾ 1 ഇഞ്ചാണ് ആ സീം അലവൻസ് ഇട്ട് കൊടുത്തത്, അതനുസരിച്ച് മടക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇതാണ് നമുക്ക് സ്ലീവ് റൗണ്ട് വരിക. അപ്പോൾ നമ്മൾ സ്ലീവ് റൗണ്ട് ഇതുപോലെ മടക്കി അടിച്ചു. ഇനിയാണ് നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും. ആ ഒരു കറക്റ്റ് സീം അലവൻസിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ വരും. കണ്ടോ? നമുക്കിനി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എത്ര സീം അലവൻസ് കൊടുത്തോ അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഷോൾഡറും ജോയിൻ ചെയ്തു. ഇനി ഇവിടെ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സെയിം മെത്തേഡിൽ തന്നെ 2 സൈഡും ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫ്രോക്ക്. ലോ വേസ്റ്റ് ഫ്രോക്ക് ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിയ സൈസിൽ ഇത് തന്നെ ചെയ്യാം. ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വലുതായിട്ട്, അതായത് 38, 40 ഒക്കെ ചെസ്റ്റ് അളവിലും ഈ സെയിം മെത്തേഡിൽ തന്നെ ലോ വേസ്റ്റ് ഫ്രോക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഏജൊന്നും പ്രശ്നമല്ല. ആരുടെയാണോ ചെസ്റ്റ് അളവ് കിട്ടുന്നത് ആ ചെസ്റ്റ് അളവ് വെച്ച് നമുക്ക് ഈ ഫോർമുലാസ് ഉപയോഗിച്ച് ഇതെല്ലാം കണ്ടുപിടിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. ജയ്പൂർ കോട്ടൺ മെറ്റീരിയലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ തുണിയുടെ സെയിലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ ചലഞ്ച് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ 10 ഫ്രോക്ക് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ല വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ചുരിദാർ കട്ട് ചെയ്തതിൻ്റെയൊക്കെ ബാലൻസ് കുറച്ചൊക്കെ പീസ്, അതായത് ചെറിയ ചെറിയ വെട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഫ്രോക്കിന് 350 മുതൽ സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന കാന്ത കോട്ടൻ്റെ ആ ഒരു ആഷ് കളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കാണ്. അപ്പോൾ ഈ കാന്ത കോട്ടൺ സ്റ്റിച്ച് ചെയ്യാനും നല്ല ഈസിയാണ്, അതുപോലെ തന്നെ യൂസ് ചെയ്യാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്, ചൂടൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് കുട്ടികൾക്കും വളരെ നല്ലതായിരിക്കും. അപ്പോൾ കാന്ത കോട്ടനൊക്കെ നെക്സ്റ്റ് വീക്ക് ഒത്തിരി വരുന്നുണ്ട്, പല പല കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്